അവരുടെ ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ട ഒരു ഫാമിലി വെച്ച് നോക്കുമ്പോൾ രഹനയും നവാസും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഇതാവണില്ല. ഇപ്പോഴും ഞങ്ങൾക്കത് വിശ്വാസമായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ബോഡി കാണാൻ പോവാറില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ മരിച്ചു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാണാതിരുന്ന സിദ്ദിഖ് സാറ് വന്നിട്ട് ഞാൻ മരിച്ചിട്ട് പോയില്ലല്ലോ. കാരണം എൻ്റെ ദൈവത്തിൻ്റെ തുല്യമാണ് സിദ്ദിഖ, മാന്നാർ മത്തായി മുതൽ. പക്ഷേ ഇത് വരുന്ന വഴി കാണണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത. പക്ഷെ കാണാം എന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്കും കൂടെ നമ്മൾ കാണാതെ പോരുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. എല്ലാവരും ചോദിക്കില്ലേ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. പക്ഷെ ഞാൻ കാണുമ്പോൾ മോർസലിനെ കാണുമ്പോൾ ചിരിച്ച നവാസിൻ്റെ അതേ മുഖം കണ്ടിട്ട് ഇന്നും മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു മുഖമാണ്. കണ്ടു പോയി തോന്നി കിടക്കുക. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ രഹനയാണ്. ഇത്രയും ഭർത്താവിനെ സ്നേഹിച്ചും ഇതുപോലെ കുടുംബവും നോക്കി ഇതുപോലെ നിൽക്കുന്ന എൻ്റെ ഒരു അനീതിയാണ് അവള്. എനിക്ക് എന്നിട്ട് അവളെ കാണണമെന്ന് പോയിട്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് പാനിക്കാവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി ചേച്ചി പോവാം എന്നിട്ട് അപ്പം തന്നെ ഞാൻ രഹനയുടെ വീട്ടിൽ പോയി രഹനയെ കണ്ടു. പക്ഷെ പാവം അവൾ ഇപ്പോഴും പറഞ്ഞു എൻ്റെ ഇക്ക. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാനാണെങ്കിൽ പോലും ഗ്യാസിന് വേദനയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേദന വരുമ്പോൾ ഒതുക്കും. നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോഴാണല്ലോ നമ്മുടെ ആഹാര രീതി ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗ്യാസിൻ്റെ ആയിരിക്കുന്നോടത്തിന് നമ്മൾ എന്ത് ചെയ്യും, സാരമില്ല മരുന്ന് കഴിക്കാം. പക്ഷേ നവാസ് 2 ദിവസം മുമ്പ് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഡോൺ കെയർ ആയിട്ടാണല്ലോ അത് ചെയ്തു പോയതെന്നുള്ളൊരു വിഷമം. കാരണം ചെറിയൊരു നോട്ടക്കുറവ് കൊണ്ട് പോയതല്ലേ. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് 6 മണിക്ക് ഈ പറയണ ഇവിടെ വേദന വന്നെന്ന് രഹനയെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്കിവിടെ വേദന ഉണ്ടെന്ന്. അപ്പോൾ രഹന പറഞ്ഞു അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്നാൽ കാണാം. രഹന അതല്ലേ ചിന്തിക്കുള്ളൂ, കൂടെ പോയി കാണാൻ. പക്ഷെ അത് ക്രിട്ടിക്കലായതായപ്പോഴേക്കും ലാസ്റ്റ് അവസാനത്തെ ഒരു സമയമായി പോയി. ഞാൻ ഇപ്പോഴും ഇത് പറയുമ്പോഴും ഞാൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി, പണ്ടത്തെ ലൈഫ് സ്റ്റൈലല്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ വാക്സിൻ എടുക്കലും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും വ്യായാമം ചെയ്യുന്നവർ കുഴഞ്ഞു വീഴുന്നു ഇല്ലേ. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ജീവന് നമ്മൾ ഒത്തിരി വില കൽപ്പിക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ. കാരണം 50 വയസ്സായാലും എടുത്തു നോക്കിക്കോ, പുറകോട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ മരണം കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും അസ്വസ്ഥത എന്തെങ്കിലും ചെന്നാൽ തൊട്ടടുത്ത ആശുപത്രി പോയിട്ട് ഒന്ന് നോക്കാനുള്ള. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇനി ഞങ്ങൾ ജീവിച്ച് തീർക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരാണ് നമ്മളൊക്കെ. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കണ്ടേ. കാരണം നമ്മളതുപോലെ ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ മോൻ, എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മ, അതാണ് എൻ്റെ ജീവിതം അല്ലേ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അതാണ് നമ്മളിവിടെ അടിച്ചു പൊളിക്കും. നമുക്ക് നാളെ ചിരിച്ച് സംസാരിക്കേണ്ടി വരും. ഇപ്പം ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി എനിക്ക് സംസാരിക്കേണ്ടി വരും. നമുക്ക് ലൈഫിലേക്ക് കടന്നില്ലേ പറ്റൂ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോൾ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളാണ് ഉള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് നമുക്കൊക്കെ. കാരണം അതുപോലെ സ്നേഹിക്കുന്നതാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഫാമിലി അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് രഹനയുടെ ദുഃഖം എൻ്റെയും കൂടി ദുഃഖമാണ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല.